പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ പോകുന്നത് തഞ്ചാവൂരിൽ നിന്നും കുംഭകോണത്തേക്കാണ്. കുംഭകോണത്തുള്ള പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. പോകുന്ന വഴിയിൽ നോക്കൂ, വിശാലമായ പാടശേഖരം. കുംഭകോണത്ത് വരുന്നവർ 2-3 ദിവസത്തെ പാക്കേജിൽ വരുന്നവർക്ക് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളും കാണാൻ കഴിയില്ല. കുംഭകോണം ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെ ഞാൻ റൂമെടുത്തു. വിശ്രമത്തിന് ശേഷം ടൗണിലേക്ക് ഇറങ്ങി. ഇവിടെ 2 ബസ് സ്റ്റാൻഡുണ്ട്. ഒന്ന് പഴയതും ഒന്ന് പുതിയതുമാണ്. തഞ്ചാവൂരിൽ നിന്നും ഇവിടെ വരാൻ 40 കിലോമീറ്ററാണ് ദൂരം. ഇവിടെ ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നു. കൂടുതൽ ആളുകളും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ടൗണിൽ നിന്നും ഞാൻ നേരെ വന്നത് പ്രശസ്തമായ രാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ക്ഷേത്രം. ആത്മീയതയുടെയും കലാസൗന്ദര്യത്തിൻ്റെയും ഒരു അത്ഭുത സങ്കലനമാണ് ഈ ക്ഷേത്രം. വാതിലുകൾ തന്നെ വളരെ മനോഹരമാണ്. ഇതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു ആത്മീയത ലഭിക്കുന്നു. ഈ ക്ഷേത്രം 16-ാം നൂറ്റാണ്ടിലാണ് നായക് പരമ്പരയിൽപ്പെട്ടവരാണ് നിർമ്മിച്ചത്. രാജാവ് രഘുനാഥ് നായക്കാണ് ഈ ക്ഷേത്രത്തിന് നേതൃത്വം നൽകിയത്. ആ കാലഘട്ടത്തിലെ ശില്പകലയും ആർക്കിടെക്ചറും ഇവിടെ വളരെ മനോഹരമായി കാണാൻ സാധിക്കും. എത്ര മനോഹരമാണ് ഈ തൂണുകളിലെ ശില്പങ്ങൾ! ഗ്രാനൈറ്റ് ഫില്ലറുകൾ നിർമ്മിച്ച് അതിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ശൈലിയിൽ നിന്നും ശില്പങ്ങൾ നിർമ്മിച്ച് അത് ഫില്ലറാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം വ്യത്യസ്തമായ അളവിലെ ഫില്ലറുകളും ഓരോന്നിലും ധാരാളം ശില്പങ്ങളും അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഈ തൂണുകൾ വെറും സപ്പോർട്ടുകൾ മാത്രമല്ല, ഓരോ തൂണും ഒരു കഥ പറയുന്ന കലാസൃഷ്ടിയാണ്. ദേവന്മാരുടെയും ദേവികളുടെയും രൂപങ്ങൾ, യുദ്ധരംഗങ്ങൾ, നൃത്തഭംഗികൾ, പുരാണ കഥകളിലെ പ്രധാന സംഭവങ്ങൾ, രാമായണ കഥയിലെ രംഗങ്ങൾ വളരെ സൂക്ഷ്മമായി ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു. ഈ ശില്പങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയിലെ സൂക്ഷ്മതയാണ്. മുഖഭാവങ്ങൾ, വസ്ത്രങ്ങൾ, മടിത്തട്ടുകൾ, ആഭരണങ്ങൾ എല്ലാം വളരെ വിസ്മയിപ്പിക്കുന്നതാണ്. കല്ലിൽ ജീവൻ പകർന്ന കലാകാരന്മാരുടെ കൈപുണ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നട അടച്ചിരിക്കുന്നു. കൂടാതെ അതിനകത്ത് ക്യാമറ അനുവദനീയമല്ല. ഇപ്പോൾ കാണുന്ന ഭാഗത്ത് തന്നെ വീഡിയോ എടുക്കരുത് എന്ന ബോർഡില്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾ വീഡിയോ എടുക്കരുതെന്ന് എന്നോട് പറയുന്നു. നായ്ക്ക് കാലഘട്ടത്തിലെ ഈ അത്ഭുത സൃഷ്ടികൾ ലോകം മുഴുവനും കാണേണ്ടതല്ലേ? കുംഭകോണത്തിലെ 100 കണക്കിന് ക്ഷേത്രങ്ങളുടെ ചരിത്രം എല്ലാവരും അറിയേണ്ടതല്ലേ? ഇവിടുത്തെ മതിലുകളിൽ രാമായണ കഥ മുഴുവനും ചിത്രരൂപത്തിൽ വരച്ചിരിക്കുന്നത് കാണാം. ശ്രീരാമന്റെ ജനനം, സീതാ സ്വയംവരം, വനവാസം, രാവണവധം, രാമായണത്തിലെ സംഭവങ്ങളെല്ലാം ചിത്രങ്ങളായി ഇവിടുത്തെ മതിലിലുണ്ട്. അതൊരു ഗ്യാലറി പോലെ തോന്നും. അത് വീഡിയോയിൽ പകർത്താൻ അനുവാദമില്ല. ഈ ക്ഷേത്രത്തിൽ ശ്രീരാമൻ പട്ടാഭിഷേക ഭാവത്തിൽ രാജാവായി കിരീടധാരിയായ രൂപത്തിലും, കൂടാതെ സീതാദേവി, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഭക്തനായ ഹനുമാൻ ഇവരൊക്കെ ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതൊരു അപൂർവ ദർശനമായി നമുക്ക് കണക്കാക്കാം. ശ്രീരാമ നവമിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ശ്രീരാമന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രത്യേക അലങ്കാരങ്ങളും ശോഭയാത്രകളും നടക്കും. മറ്റൊരു വലിയ ഉത്സവമാണ് ബ്രഹ്മോത്സവം. നിരവധി ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. ദിവസവും പൂജ നടക്കുന്ന മനോഹരമായൊരു ക്ഷേത്രമാണിത്. ഞാനിപ്പോൾ ഉള്ളത് കുംഭകോണത്തു നിന്നും തിരുവളച്ചുഴി എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും തിരിഞ്ഞു വേണം സ്വാമിമലയിലേക്ക് പോകാൻ. തഞ്ചാവൂരിൽ നിന്നും വരുമ്പോൾ കുംഭകോണത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിലേക്ക് ദർശിക്കാൻ കഴിയും. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടത്തേക്ക്. എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ ഇതിനു മുന്നിലും പൂജാസാധനങ്ങളും കടയാണ്. മുരുകനെ നിവേദിക്കാനുള്ളവയാണ്. ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഞാനിതൊക്കെ നോക്കിക്കാണുകയാണ്. മുരുകൻ്റെ 6 പടൈ വീട്ടിൽ ഒന്നാണിത്. മുരുകൻ അസുരന്മാരെ ജയിച്ച ശേഷം വിശ്രമിച്ച 6 വിശുദ്ധ ക്ഷേത്രങ്ങളെയാണ് 6 ക്ഷേത്രങ്ങൾ. അവയ്ക്ക് ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ താഴത്തെ നിലയിൽ ശിവനും മുകളിലത്തെ നിലയിൽ മുരുകനുമാണ് പ്രതിഷ്ഠ. മുകളിലേക്ക് ക്യാമറയും ഫോണും ഇവിടുത്തെ സ്റ്റോറിൽ സൂക്ഷിച്ചിട്ട് വേണം മുകളിൽ കയറാൻ. ആദിമകാലം മുതലേ, അതായത് 2000 വർഷങ്ങൾക്ക് മുൻപേ ഇതൊരു സന്നിധിയായിരുന്നു. ചോളകാലത്തും നായ്ക്കർ കാലത്തും മറാത്ത കാലത്തുമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം നിർമ്മിച്ചത്.
നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മഹത്തായ ഒരു പൈതൃക കേന്ദ്രമാണ് സ്വാമിമലൈ മുരുകക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മുരുകൻ തൻ്റെ പിതാവായ ശിവനോട് ഓം എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ഉപദേശിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ മുരുകന് സ്വാമിനാഥൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് മുരുകൻ്റെ പ്രതിഷ്ഠ. ഗുരു മുകളിലും ശിഷ്യൻ താഴെയും. ശിവന്റെ സ്ഥാനം താഴെയാണ്. ഈ മണ്ഡപത്തിൻ്റെ മേൽക്കൂരയിൽ കാണുന്ന ചിത്രങ്ങൾ നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. നായ്ക്കർ കാലഘട്ടത്തിൽ വരച്ച ഈ പെയിൻറ്റിങ്ങുകൾ ഇന്നും അതിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നു. ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് നിരാശയാണ്. കൂടാതെ ദർശനത്തിനായി മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കണം. അതും ദൂരെ നിന്ന് വരുന്നവർക്ക് പ്രയാസം നൽകുന്നവ തന്നെയാണ്. ഇവിടെ സ്വാമിനാഥൻ ഗുരുരൂപം എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. പിതാവിന് ഉപദേശം കൊടുത്തതുകൊണ്ട് ഗുരുവായി അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും മുകളിലേക്ക് 60 സ്റ്റെപ്പുകൾ കയറിയാൽ ഗുരുവിൻ്റെ സ്ഥാനം ദർശിക്കാനാവും. 60 പടികൾ തമിഴ് കലണ്ടറിലെ 60 വർഷത്തെ പ്രതിനിധീകരിക്കുന്നു. ഓം എന്നാൽ എല്ലാം എന്നാണ് പൊതുവായ അർത്ഥം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ധ്യാനത്തിൽ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ശരീരത്തിനും മനസ്സിനും കമ്പനം സൃഷ്ടിക്കുന്നു. ഇതൊരു ശബ്ദമല്ല, ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടിയും സംരക്ഷണവും സംഹാരവും അടങ്ങിയിരിക്കുന്ന ദിവ്യമായൊരു മന്ത്രമാണ്. തിരുപ്പരക്കുണ്ട്രം, തിരുച്ചെന്തൂർ, പളനി, സ്വാമിമലൈ, തിരുത്തണി, പഴമതിർച്ചോല, ഇതാണ് മുരുകൻ്റെ 6 പട വീടുകൾ. ഇവയ്ക്കൊക്കെ ഓരോ ഐതിഹ്യങ്ങളുണ്ട്. തൈപ്പൂയം മുതൽ സ്കന്ധാഷ്ടമി വരെ വർഷം മുഴുവനും ഇവിടെ ആത്മീയ ആഘോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. സ്വാമിമലയിലേക്ക് വരുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന ഈ വലിയ ഗോപുരത്തോടു കൂടിയ ഈ ക്ഷേത്രമാണ് വെള്ളൈ വിനായക കോവിൽ. ഇവിടെയുള്ള ഗണപതി വിഗ്രഹം വെള്ള നിറത്തിലാണ്. ദേവന്മാർ അമൃതം നേടാൻ നടത്തിയ സമുദ്രമഥനത്തിനിടെ സമുദ്രത്തിലെ പതയിൽ നിന്നാണ് വിനായകൻ രൂപം കൊണ്ടത്. അതുകൊണ്ടാണ് ഈ വിഗ്രഹത്തിന് വെള്ളവിനായക ക്ഷേത്രം എന്ന് പേരായതും ഈ വിഗ്രഹത്തിന് വെള്ള നിറം കിട്ടിയതും. ഈ വിഗ്രഹം വളരെ സുന്ദരവും വഴങ്ങുന്ന രൂപത്തിലുമാണ്. അതുകൊണ്ട് ഇവിടുത്തെ പൂജകൾ പുഷ്പങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ചാണ് നടത്തുന്നത്. ഇവിടെ കാണുന്ന പെയിൻറ്റിങ്ങുകളും ചിത്രങ്ങളും മണ്ഡപങ്ങളും നായ്ക്കർ ഭരണകാലത്തിൻ്റെ സംഭാവനയാണ്. ക്ഷേത്രത്തിലേക്ക് കയറുന്നവരെ സ്വാഗതം ചെയ്യുന്നത് വലതുഭാഗത്ത് കാണുന്ന ഈ പുരാതന തീർത്ഥക്കുളമാണ്. ഇതൊരു ആത്മീയ ശുദ്ധിയുടെ പ്രതീകമായി കരുതപ്പെടുന്നു. അതിനു ചുറ്റുമുള്ള മണ്ഡപങ്ങൾ പഴയകാല പൂജാരീതികളും സാക്ഷികളാണ്. വലിയൊരു പ്രദേശത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ഒരു ഭക്തൻ നാളികേരം ഉടയ്ക്കുന്നു. അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. നട അടച്ചിരിക്കുന്നു. ഞാനിത് കാണിക്കുന്നത് ഇതേപോലെ കുംഭകോണം എന്ന നഗരത്തിൻ്റെ 30-40 കിലോമീറ്റർ ചുറ്റളവിൽ 100 കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. കുംഭകോണത്തേക്ക് ടൂർ സംഘടിപ്പിക്കുന്ന ആളുകൾ 1-2 ക്ഷേത്രങ്ങൾ കവർ ചെയ്ത് മടങ്ങും. വലിയൊരു തെങ്ങിൻ തോട്ടത്തിൻ്റെ നടുവിലാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. തിരക്ക് തീരെയില്ലാത്ത ഒരു ഗ്രാമം. ഇവിടെയാണ് ശരിക്കും ഈശ്വരൻ കുടിയിരിക്കുന്നത്. ശാന്തമായ ആത്മീയതയുള്ള ഒരു അന്തരീക്ഷം. തിരക്കിലും ക്യൂവിലും നിന്ന് ഈശ്വരനെ തൊഴുതിട്ട് എന്ത് കാര്യം? ചോളകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും അതിൻ്റെ നഷ്ടപ്പെടാതെ പ്രൗഢി നിലനിൽക്കുന്നു. ഞാൻ ഈ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി വാഹനത്തിൽ കയറി അടുത്തൊരു ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ യാത്ര. ധാരാസുരൻ ഐരാവതേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഇതാണ് പെരിയനായികി അമ്മൻ കോവിൽ. വലിയ കരുണയുള്ള അമ്മ ഐരാവതേശ്വര ക്ഷേത്രത്തിലെ ശിവന്റെ ശക്തിയായി ആരാധിക്കപ്പെടുന്നു. ചോളകാലത്ത് ചില ക്ഷേത്രങ്ങളിൽ ശിവനും അമ്മയും വേർതിരിച്ച് വലിയ ക്ഷേത്രങ്ങളായി നിർമ്മിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഐരാവതേശ്വര ക്ഷേത്രം, പെരിയനായികി അമ്മൻ ക്ഷേത്രം ഇങ്ങനെ രണ്ടായി കാണുന്നത്. ഇത് ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ധാരാസുരൻ എന്നൊരു അസുരൻ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു. വളരെ ശക്തനും ദേവന്മാർക്ക് ശത്രുവുമായിരുന്നു അയാൾ. ധാരാസുരൻ കടുത്ത തപസ്സിലൂടെ ശക്തി നേടി ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ദേവന്മാർ രക്ഷ നേടി ഭഗവാൻ ശിവനെ പ്രാർത്ഥിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് ധാരാസുരനെ സംഹരിച്ചു എന്നാണ് വിശ്വാസം. ഇതിനുശേഷം ഈ സ്ഥലത്തിന് ധാരാസുരം എന്ന പേരുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ഐരാവതേശ്വര ക്ഷേത്രം പോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ചോളശില്പകലയുടെ അതിസുന്ദരമായ രൂപങ്ങൾ കാണാം. ഈ തൂണുകളിലും മണ്ഡപങ്ങളിലും കൊത്തിയിരിക്കുന്ന ശില്പങ്ങൾ ഓരോന്നും ചരിത്രത്തിൻ്റെ സാക്ഷികളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത്യന്തം സൂക്ഷ്മതയോടെ നിർമ്മിച്ച ഈ ശില്പങ്ങൾ ഇന്നും അതേ ഭംഗിയോടെ നിലനിൽക്കുന്നു. ഐരാവത ക്ഷേത്രത്തിൻ്റെ പകുതി വലിപ്പം പോലും ഈ ക്ഷേത്രത്തിനില്ല. സമൂഹത്തിൽ ആണുങ്ങൾക്കായിരുന്നു അന്ന് പ്രാതിനിധ്യം എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സിമൻറ്റോ മണലോ ഉപയോഗിക്കാതെ ലോക്കിംഗ് സിസ്റ്റത്തിലൂടെയാണ് കല്ലുകളെ അടുക്കി
അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് കാലത്തെ അതിജീവിച്ച് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗം. കാലപ്പഴക്കം കൊണ്ട് പ്രതിമകൾക്ക് മുകളിൽ പായൽ വളർന്ന് കരിഞ്ഞുണങ്ങി വികൃതമാക്കിയിരിക്കുന്നു. മനോഹരമായി സൃഷ്ടികളെ അത് ഇനി പുനർജീവിപ്പിക്കേണ്ടിയിരിക്കുന്നു. പെരിയനായകി എന്ന പേര് വലിയ കരുണയുള്ള ദേവി എന്നർത്ഥം വഹിക്കുന്നു. ഭക്തരുടെ എല്ലാ കഷ്ടങ്ങളും നീക്കി അനുഗ്രഹം നൽകുന്ന അമ്മയായി ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടുത്തെ അമ്മയെ ദർശിക്കാനെത്തുന്ന ഭക്തർ കുടുംബസൗഖ്യം, ഐശ്വര്യം, വിവാഹം എന്നിവയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് നവരാത്രി കാലത്ത് ഈ ക്ഷേത്രം ഭക്തജനങ്ങളാൽ നിറഞ്ഞു നിൽക്കും. അമ്മയുടെ അലങ്കാരങ്ങൾ അതീവ സുന്ദരമായിരിക്കും. ഐരാവതേശ്വര ക്ഷേത്ര ദർശനത്തിന് ശേഷം പെരിയനായകി അമ്മയെ ദർശിക്കുന്നത് ദർശനത്തെ പൂർണ്ണമാക്കുന്നു. ധാരാസുരം എന്ന വിശുദ്ധ സ്ഥലത്ത് ചരിത്രവും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാനാകുന്നു. ഞാൻ ഈ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.